ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കടി, നമ്മുടെ ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുവിധ ആൾക്കൊക്കെ അറിയുണ്ടാവും, ഞാനിന്ന് ഉണ്ടാക്കാൻ വന്ന മുട്ടയും പാലും ഉറപ്പിച്ചതാണ് കേട്ടോ. കാരമൽ പുഡിംഗ് എന്നും പറയും ഇതിന്. അപ്പം ഞാനിത് എളുപ്പത്തിൽ എങ്ങനെയാണ് ആക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ചേർത്തിട്ടുള്ളത് ആവശ്യമായ മുട്ട. ഞാൻ മൊത്തത്തിൽ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാൽപ്പൊടിയും പഞ്ചസാരയും ഒരു അര ഗ്ലാസ് പാലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ അതിലേക്ക് ലേശം എസൻസ് എന്നുള്ള രീതിക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഏലക്കായോ അല്ലെങ്കിൽ റോസ് വാട്ടറായിട്ട് ചേർക്കാം. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യുന്നത് കാരമൽ തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ തന്നെ കാരമലാവും. എന്നിട്ട് ഇതുപോലെ ഉള്ളൊരു മോൾഡിൽ പശുനെയ്യോ ബട്ടറോ പുരട്ടിയതിന് ശേഷം ഈ കാരമൽ ഇതുപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമ്മളിത് നേരെ ആവി പാത്രത്തിലോട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു അടപ്പും കൂടി ഇതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുഡിങ്ങിൻ്റെ അകത്ത് വെള്ളം കയറില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് മതിയാവും, 5-10 മിനിറ്റ് മതിയാവും. ജസ്റ്റ് ഒന്ന് കുക്കാവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 8 മിനിറ്റോളം മാക്സിമം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ തണിയാൻ വെക്കണം. അതിനുശേഷം വേറൊരു പ്ലേറ്റിൽ തട്ടുക. അപ്പോൾ നല്ല ടേസ്റ്റിയും സോഫ്റ്റി ആയിട്ടുള്ള കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്നൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തൊക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒരു എരിവും മധുരം എന്നുള്ള രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പോളയാണ്. ചിക്കൻ പോള എൻ്റെതായ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. അപ്പോൾ ഈ ഒരു മസാല എന്ന് പറയുന്നത് നമ്മുടെ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന പണ്ടുണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ ഏകദേശം. അപ്പോൾ ഞാൻ അങ്ങനെ എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നല്ല ഉണ്ടാക്കുന്നത്. ആ ഒരു മസാല കൂട്ടും, പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മുട്ടയിൽ ബാറ്റർ ഉണ്ട്, മുട്ടയും മൈദയും, പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററും റെഡിയാവും. അപ്പോൾ ഇനി നമ്മളെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മളിനി ഈ മസാല ഒക്കെ വഴറ്റാനാണോ പോകുന്നത്. എല്ലാ മസാലയും ഉള്ളിയും വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില എല്ലാം ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ് ഞാൻ വഴറ്റിയിട്ടുള്ളത്. അതിലാവശ്യമായ ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ വേഗം വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടിക്കാണും. അപ്പോൾ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ചേർത്ത് കൊടുത്ത ഉപ്പ് കറക്റ്റാണ്. പിന്നെ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ബാറ്ററാണ്. പിന്നെ അതിലേക്ക് ഈ ഫില്ലിങ്സ് കുറച്ച് ബാറ്റർ വെച്ചതിന് ശേഷം ഫില്ലിങ്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള ബാറ്റർ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. സംഗതി എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ചിട്ട് വളരെ ചെറിയ തീയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ പോള. അങ്ങനെ അതും പുഡിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അലിഞ്ഞു പോകുന്ന പോലത്തെ പുഡിങ്ങാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും ടേക്ക് കെയർ. ബൈ ഫ്രം ഷിറിൻ സ്റ്റോക്ക്.